KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അത്തരം വാഗ്ദാനങ്ങളൊക്കെ നൽകുമെങ്കിലും സുഹൃത്തുക്കളെ, കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമാവുന്നു. അങ്ങനെയല്ല, തീരുമാനമായി. ഇനിയിപ്പോൾ KC ആയാലും VD ആയാലും ആസി ആയാലും മുഖ്യമന്ത്രി കസേരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ തുടക്കം നിലയ്ക്ക് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇവർ ഒപ്പുവെക്കണ്ടേ? 5 ഗ്യാരണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 5 ഗ്യാരണ്ടികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ. രണ്ടാമത്തതെന്ന് പറയുന്നത് 25 ലക്ഷം രൂപയുടെ നമ്മുടെ ആരോഗ്യ പദ്ധതി എന്ന് വെച്ചാൽ ഇൻഷുറൻസ് പദ്ധതി. മൂന്നാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വീതം യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ. അടുത്ത 4ാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 3000 രൂപ പെൻഷനാക്കി ഉയർത്തുമെന്ന് പറയുന്നത്. 5ാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? പടച്ചവനെ, ഞാനത് മറന്ന. പ്രധാനപ്പെട്ട 5ാമത്തെ ഗ്യാരണ്ടി ഉണ്ട്, പെട്ടെന്ന് ഞാൻ മറന്നുകൊണ്ട് ക്ഷമിക്കുക സുഹൃത്തുക്കളെ, നിങ്ങൾ എഴുതി വെക്കണം. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ സ്ത്രീകൾ മുഴുവൻ അപാരമായ ആഹ്ലാദത്തിൽ ഇങ്ങനെ പെരുന്നിരിക്കുന്നു. അവർ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങുന്നു, KSRTC ഫ്രീ യാത്ര കൂട്ടായ്മ ഒക്കെ അവർ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഞാനൊക്കെ അന്നേ പറഞ്ഞായിരുന്നു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ അസലായിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ പോവുകയാണ്. ആർസിയും KCയും VDയും ആരായാലും മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടുന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ KSRTC ബസ്സിലെ ഫ്രീ യാത്രയായിരിക്കും. ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അവരുടെ വാക്കുകളുമായിട്ട് പുറത്തെത്തിയിട്ടുണ്ട്. കേൾക്കുക തന്നെ വേണം. KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അത്തരം വാഗ്ദാനങ്ങളൊക്കെ നൽകുമെങ്കിലും അത് നമ്മുടെ നാട്ടിലെ നിലവിൽ ബസ് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ എത്തരത്തിൽ ബാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്താതെ ഒന്നും നടത്തിയിട്ടില്ല. ഇവരൊക്കെ പറയുന്നുണ്ട് ഇവരെന്തൊക്കെയോ വളരെ വലിയ പഠനമൊക്കെ നടത്തി എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ പഠനം ഇപ്പോൾ പറഞ്ഞുതരാം. ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകൾ KSRTCയിൽ ഡെയിലി യാത്ര ചെയ്യുന്നുണ്ട്. 18 ലക്ഷത്തോളം സ്ത്രീകൾ. ഈ 18 ലക്ഷത്തോളം സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് അവിടെ കിടക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള സ്ത്രീകളെല്ലാം നമ്മുടെ പ്രൈവറ്റ് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് എന്നർത്ഥം. അങ്ങനെ ഇവിടെ ഒരു വലിയ പ്രൈവറ്റ് ബസ്സിന്റെ ഒരു വലിയ കുത്തക തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ അതിന്റെ കുത്തക മൂട് നിൽക്കുന്നത് തൃശ്ശൂരാണോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. സംഗീതം കേട്ടെ, സംശയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് 18 ലക്ഷത്തോളം പേര് KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ യാത്ര എന്ന് പറയുന്ന പദ്ധതി വന്നു കഴിഞ്ഞാൽ ഈ 18 ലക്ഷത്തോളം പേരും അവരവരുടെ യാത്ര അവിടെ തന്നെ ഉറപ്പിക്കുക മാത്രമല്ല, പുറമേ കെടുക്കുന്ന ഈ പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന ആൾക്കാർ മുഴുവൻ എവിടേക്ക് മാറും? KSRTCയിലേക്ക് മാറും. ഈ 18 ലക്ഷം എന്ന് പറയുന്ന സാധനം വീണ്ടും ഒരു 18 ലക്ഷമായിട്ട് കൂടുകയല്ലാതെ ഒരു കാരണവശാലും കുറയില്ല. KSRTCയിൽ ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പൊ കാർഡുകളൊക്കെ ഉണ്ട്. ഒരു കാർഡ് എടുത്തു വെച്ചാൽ മതി. പൈസ കൊടുക്കുന്ന ആ കാർഡ് കാണിച്ചു, അത് സ്വൈപ്പ് ചെയ്തിട്ട് പൈസ പോയിക്കോളും. 3000 രൂപ എങ്ങാണ്ടാണ് അതിന് പുതുക്കാൻ വേണ്ട തുക. അപ്പോൾ ഫ്രീ യാത്രയാണെങ്കിൽ 3000 രൂപ ബസ് യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് ഈ 3000 രൂപ സ്ത്രീകളുടെ കയ്യിലേക്ക് എത്തുകയാണ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പണം ചെലവഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും ലഭിക്കുകയാണ്. അങ്ങനെ സുന്ദരമായിട്ടുള്ള ഭാഗ്യം കിട്ടുന്നത് പുറമെയുള്ള സ്ത്രീകളും ഈ KSRTCയിൽ യാത്ര ചെയ്യാത്ത ലക്ഷക്കണക്കിന് സ്ത്രീകളും വേണ്ടെന്ന് വെക്കില്ല. അവരും ഈ പണം മിച്ചം വെക്കാൻ വേണ്ടിയിട്ട് KSRTCയെ കാത്തു നിൽക്കും. അവർ KSRTCയിലേക്ക് കയറും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അല്ലെങ്കിൽ അവർ കുടുങ്ങും. പ്രൈവറ്റ് ബസ്സുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും. പ്രൈവറ്റ് ബസ്സിൽ ആളുകൾ കയറാതാവും. എന്തു വന്നാലും നമ്മുടെ നാട്ടിലത്തെ സ്ത്രീകൾ മുഴുവൻ KSRTC ബസ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇനി അത് ആള് കൂടിക്കഴിഞ്ഞാൽ അടുത്ത സമരം തുടങ്ങും. കാരണം എന്താ, ഒരു KSRTC ബസ് ഇപ്പോൾ ഓടുന്നുള്ളൂ, അത് പോരാ, ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ ഇനിയും KSRTC ബസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് KSRTC ബസ് കൂടുതലാക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളും തുടരും. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, ഇത് എവിടെ നിൽക്കില്ല. സ്വാഭാവികമായിട്ടും ഇത്രേ കണക്കാക്കണ്ടുള്ളൂ, ഈ പരിപാടി നടക്കാൻ പോകുന്നില്ല. കേൾക്ക്. ഗവൺമെന്റ് ഏകപക്ഷീയമായി വനിതകൾക്ക് സൗജന്യം ഏർപ്പെടുത്താനുള്ള നടപടി നമ്മുടെ നാട്ടിലെ
പൊതുഗതാഗത സംവിധാനം തകർന്ന് തരിപ്പണമാവാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അപ്പോ പൊതുഗതാഗതം തരിപ്പണമാകും. ഞാൻ അതിന്റെ കമന്റുകളൊക്കെ നോക്കിയതാ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാനുള്ളതാണ്, അല്ലാതെ ജനങ്ങളെ പറ്റിക്കാനുള്ളതല്ല. ആരെ എഴുതി വെച്ചിരിക്കുന്നത്? ഏതോ കോൺഗ്രസ്സുകാരാണ്. ഇത്രയും നടക്കാൻ പോകുന്നുള്ളൂ സുഹൃത്തുക്കളെ. ഇതൊക്കെ ചുമ്മാ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നാണ്. ഇനി രണ്ടാമതായിട്ട്, ഇവിടെ 25 ലക്ഷം വീതമാണ് ആളുകൾക്ക് ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് തുകയായിട്ട് നൽകാൻ പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിൻ്റെ ഒപ്പമാണ്. ഇത് ഉമ്മൻചാണ്ടിയെ പറയിപ്പിക്കാനും ആ ഒരു മരിച്ചുപോയ മനുഷ്യനെ കുഴിയിൽ മാന്യം മരിക്ക് കിടക്കാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിനൊക്കെ പറയേണ്ടി വരും. കാരണം ഇനി തെറി പറഞ്ഞുകൊണ്ടിരിക്കും നാട്ടുകാർ. 25 ലക്ഷമൊക്കെ നടപ്പിൽ വരുത്തുമോ ഇല്ലയോ? നോക്കൂ, ഇതിന് ഞാൻ ഒരു വീഡിയോ കൂടി കാണിക്കാം. നമ്മുടെ ആരോഗ്യ മേഖലയെ കുറിച്ചിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഇതുവരെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സാമാന്യമായി നിങ്ങളുടെ ഒരു സാധാരണപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കുള്ള ചികിത്സ അവിടെ കിട്ടുമായിരുന്നു. ഒരു പേ വിഷയോ മറ്റൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഇഞ്ചക്ഷൻ നമുക്ക് കിട്ടുമായിരുന്നു. എന്തിനേറെ ഏറ്റവും വലിയ ഓപ്പറേഷൻസ് അടക്കം ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുമായിരുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നടക്കില്ല. ഭീകരമാണ് അവസ്ഥ. കേൾക്ക്. ഒരു ഷെയർ എടുക്കുന്ന പോലെ അല്ല ഇത് കംപ്ലീറ്റ് ഒരു വലിയ മെഡിക്കൽ ഹോസ്പിറ്റലുകളെല്ലാം ഒരു അമേരിക്കൻ മാത്രമുള്ളതല്ല, ഒരു ഫോറിൻ കമ്പനിക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സർവ്വ ഡേറ്റയും രോഗങ്ങളെ പറ്റിയുള്ള ഒരു അവരുടെ സ്ഥിതി അറിഞ്ഞുകൊണ്ട് നാളെ അത് ചെയ്തുകൊണ്ട് അതിന്റെ മരുന്നുകൾ അവർക്ക് ഇവിടെ ഇറക്കുക. മനസ്സിലായില്ലേ? അവരുടെ കയ്യിലാണ് കൊടുക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ളത്. അത് മാത്രമല്ല, ഇവര് ഇതെല്ലാം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരൊന്നും നമ്മുടെ ആരോഗ്യസ്ഥിതി നന്നാക്കാനല്ല വരുന്നത്. ദേ ആർ പ്യുവർലി ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളാണ്. അല്ലാതെ ഇവർ വേറെ ഒരിടത്തും ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളൊന്നും അല്ല. അപ്പൊ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പം ഇത്ര ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു ആരോഗ്യ മേഖലയാണ് കേരളത്തിലേത്. കാരണം ഈ അമേരിക്കയിൽ കിട്ടുന്ന ഒരു ഫെസിലിറ്റി അതിന്റെ ഒരു 500-ലൊന്നോ അല്ലെങ്കിൽ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് വിദേശ ഫണ്ട് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്പർ 1 പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ മുഴുവൻ നമ്മുടെ ചില പ്രൈവറ്റ് കമ്പനികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ പ്രൈവറ്റ് കമ്പനികൾ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രൈവറ്റ് കമ്പനികളല്ല, വേറെ എന്തൊക്കെയോ IT-യും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അവരാണ് ഈ ഹോസ്പിറ്റലുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വലിയ വലിയ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവരിത് വാങ്ങിച്ചത് ചുമ്മാതെയല്ല, നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെ തകരും? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവന്മാർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത്, ഇത്ര കാലമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ആരോഗ്യ മേഖല തകരും. കൃത്യമായി ചികിത്സ കിട്ടാതാവും, മരുന്നുകൾ ലഭ്യമല്ലാതാവും, ഡോക്ടേഴ്സ് ലഭ്യമല്ലാതാവും. ഇങ്ങനെ ചികിത്സ ലഭ്യമല്ലാതായാൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനാണ് വലുത്. കുടുംബവും വീടും വിറ്റിട്ടായാലും വേണ്ടില്ല, നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ ഓടും. അങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ പണം മുഴുവൻ അവിടെ കെട്ടിവെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചിട്ട് അങ്ങോട്ട് എൻട്രി ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണത്തെ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടിയിട്ട്, UDF ജയിക്കാൻ വേണ്ടിയിട്ട് ആ പ്രൈവറ്റ് മേഖലയിലേക്ക് പണം നിക്ഷേപിച്ച ആ വലിയ കമ്പനികൾ ഇവിടെ പണം ഒഴുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സംശയം. കേൾക്ക്. 200-ലൊന്നോ ചെലവിനാണ് നമുക്ക് കേരളത്തിൽ ഒരു ഫെസിലിറ്റി കിട്ടുന്നത്. ഇതുപോലും കിട്ടത്തില്ല. അവിടെ അമേരിക്കയിലോ UK-ലോ എല്ലാം നമുക്കറിയാം. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അല്ലോ ജനറൽ ഡോക്ടറെ കാണാൻ പോലും ആഴ്ചകളോ മാസങ്ങളോ കാത്തിരിക്കുക. ഇവിടെ നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പോകണോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണോ, തിരുവനന്തപുരത്ത് ENT എന്നെ കാണണമെന്നുണ്ട്, ആരെ വേണമെങ്കിലും നമുക്ക് കാണാൻ ഏത് സമയം പറ്റും. ആ ഒരു ഓപ്ഷൻ നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ക്രമേണ. ഇവിടെ വേറൊരു കാര്യം കൂടെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളാണ് ഇനിയിപ്പം ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു രോഗിക്ക് എന്ത് മരുന്ന് കൊടുക്കണം, എത്ര ദിവസം അവിടെ കിടത്തണം. അവർ പറയാണ് ഇത് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, രാവിലെ വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് പോകണം. കോംപ്ലിക്കേഷൻ അടിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ ഇൻഷുറൻസ് കമ്പനി. അമേരിക്കയിലും അതാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ ഹൈ പ്രീമിയത്തിൽ എടുക്കാതെ ഒരിക്കൽ ചികിത്സ പോലും കിട്ടാത്തൊരവസരത്തിലോട്ടാണ് പോകുന്നത്. ഇത് ഭയങ്കര ഒരു
അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇനി നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അനുഭവിച്ചോളി. ഞാനടക്കം അനുഭവിക്കാൻ തയ്യാറായിക്കോളി. ബൈ.